ചെറിയ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ആ പരീക്ഷയിൽ നിങ്ങൾക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ പഠിച്ചാൽ പോലും നേരത്തെ റിവൈസ്, അതായത് ക്വസ്റ്റൻസ് ഒക്കെ എല്ലാം സെറ്റ് ആക്കി വെച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും. ആ 3 സബ്ജക്ട്സ് നോട്ട് ചെയ്ത് വെച്ചോളൂ. ബയോളജി, മാത്സ്, പക്ഷേ ബയോ സ്റ്റുഡൻസിന് കമ്പ്യൂട്ടർ സയൻസുകാർക്ക് വലിയ കുഴപ്പമില്ല. ഇംഗ്ലീഷ്, ഈ 3 സബ്ജക്ട്സ് നമ്മൾ റിവിഷൻ അടക്കം നേരത്തെ തീർത്തിരിക്കണം. എന്തുകൊണ്ട് ബയോളജി? കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കും, നമ്മുടെ പരീക്ഷ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫിസിക്സ് ട്യൂസ്ഡേ ഉണ്ടാവുന്നതായിരിക്കും. പിന്നെ തൊട്ടടുത്ത ദിവസമാണ് ബയോളജി ഉണ്ടാവുക. അത് രാവിലെ തന്നെയാണ് ബയോളജി. അപ്പോൾ ആ ഫിസിക്സിന്റെ വൈകുന്നേരം മാത്രമേ നിങ്ങൾക്ക് ബയോളജി പഠിക്കാൻ സമയം കിട്ടുന്നുള്ളൂ. അത് മതിയാവില്ല. കുറേ ചാപ്റ്റേഴ്സ് ഇല്ലേ, കുറേ ഡയഗ്രാംസ് ഇല്ലേ, കുറേ ഡെഫിനിഷൻസ് ഇല്ലേ, എല്ലാം പഠിച്ചു വെക്കണ്ടേ. അപ്പോൾ നേരത്തെ തീർത്തുക്കണം. ഫിസിക്സ് കുഴപ്പമില്ല, കാരണം ഫിസിക്സിന് യു ഹാവ് ഫസ്റ്റ് എക്സാം ആയതുകൊണ്ട് 1, 2, 3 ദിവസം 4 ദിവസം ഒക്കെ എടുക്കാം. പക്ഷേ ബയോളജിക്ക് ആ ഒരു ലക്ഷ്യം നിൽക്കില്ല. രണ്ടാമത് വരുന്നത് മാത്സ് ആണ്. അത് ബയോ സ്റ്റുഡൻസിനാണ്. കാരണം ബയോളജി എക്സാം കഴിഞ്ഞാൽ ഒറ്റ ദിവസം നിങ്ങൾക്ക് മാത്സ് ആണ്. കമ്പ്യൂട്ടർ സയൻസുകാർക്ക് അവിടെ ഒരു ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് മാത്സിന് നേരത്തെ പഠിക്കേണ്ട എന്നല്ല, പക്ഷേ നിങ്ങൾ കഷ്ടപ്പെട്ട് നേരത്തെ സർക്കസ് കളിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. നിങ്ങൾ ബാക്കിയുള്ള എന്ത് ചെയ്താൽ മതി, നിങ്ങൾ എന്ത് ചെയ്താൽ ഇംഗ്ലീഷ് പഠിച്ചാൽ മതി. പക്ഷേ മാത്സ് നേരത്തെ പഠിക്കുന്നല്ല വേറെ കാര്യം. പക്ഷേ ബയോളജിക്കാർക്ക് നിർബന്ധമാണ്. ഓക്കെ, പിന്നെ കമ്പ്യൂട്ടർ സയൻസുകാർക്ക് വേറെ തലവേനുണ്ട്. ഒരാവശ്യമില്ലാണ്ട് കൊണ്ടുപോയിട്ട് നിങ്ങളുടെ ലീവൊക്കെ കഴിഞ്ഞ് സമാധാനം ഉണ്ടാവേണ്ട സമയത്താണ് വെച്ചിരിക്കുന്നത്. എനിക്ക് ഒരിക്കലും അറിയില്ല എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പോട്ടെ, ഇംഗ്ലീഷും അതേ സ്ഥിതിയിലാണെന്നുള്ളത് മനസ്സിലാക്കുക. കാരണം മാത്സ് കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം തന്നെ ഇംഗ്ലീഷ് ആയിരിക്കും. ഇംഗ്ലീഷ് നിങ്ങൾ ഒരുമാതിരി കോമഡി പോലെ നിങ്ങൾ ട്രീറ്റ് ചെയ്ത് കേട്ടോ. ഇംഗ്ലീഷ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല കുട്ടികളും ഈ ഇംപ്രൂവ്മെന്റ് എക്സാം ഒക്കെ എഴുതുന്നത് ഫിസിക്സും മാത്സിനെക്കാളും കൂടുതൽ ഇംഗ്ലീഷിൽ എഴുതുന്നവരുണ്ട്. എല്ലാവരും അങ്ങനെയാണല്ല പറയുന്നത്, പക്ഷേ അങ്ങനെ എഴുതേണ്ടി വരുന്നവരുണ്ട്. അപ്പോൾ അത്രയും ഒരുമാതിരി ഇംഗ്ലീഷിനെ അവോയ്ഡ് ചെയ്ത് നെഗ്ലക്ട് ചെയ്തിട്ട് ഇംഗ്ലീഷിലൊക്കെ മാർക്ക് പോയാൽ പണി കിട്ടും. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് നല്ലോണം പഠിക്കുന്ന അതൊക്കെ ഭയങ്കര ഈസി സ്കോറിംഗ് സബ്ജക്ട്സ് ആണ്. മര്യാദക്ക് പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും മാർക്ക് കിട്ടും. കാരണം ഇംഗ്ലീഷ് ടഫ് ആക്കുക, അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചോദ്യം ചോദിക്കുക, അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. അപ്പോൾ അത് പഠിച്ചാൽ മാർക്ക് കിട്ടും. പക്ഷേ പഠിക്കണം, ചാപ്റ്റേഴ്സ് പഠിക്കണം. പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററും ക്വസ്റ്റൻസ് ഒക്കെ ചെയ്ത് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഇനി അങ്ങോട്ടും പഠിക്കണമെങ്കിൽ നമ്മുടെ ബാച്ച് അവൈലബിൾ ആണ്. താഴെ നമ്മുടെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യണം. എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുത്ത് ജോയിൻ ചെയ്യാം. കാരണം